നമ്മൾ ദിവസവും കുടിക്കുന്ന സാധാരണ പച്ചവെള്ളം, ആ പച്ചവെള്ളത്തിൻ്റെ നിരവധി ഗുണങ്ങൾ നിങ്ങൾക്കറിയാമോ? ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്താക്കുന്നു, ചർമ്മം കൂടുതൽ തിളങ്ങുന്നു, തലവേദന കുറയുന്നു, പിന്നെ വൃക്കകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്നതിലൂടെ തന്നെ നമുക്കുണ്ടാകുന്ന കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നു. പച്ചവെള്ളം ഒരു മരുന്നായി മാറുന്നു. അപ്പോൾ നമുക്ക് വിശദമായി പച്ചവെള്ളത്തിൻ്റെ ഉപയോഗം, ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. പച്ചവെള്ളം നാം നല്ല രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് നല്ല ഗുണം ചെയ്യും. പക്ഷേ പച്ചവെള്ളം എങ്ങനെ കുടിക്കണം, എത്ര കുടിക്കണമെന്ന് ഇന്നും പലർക്കും അറിയുന്നില്ല. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. വെറും പച്ചവെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന കുറേയധികം ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ എല്ലാവരും കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പച്ചവെള്ളത്തിൻ്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു. വെള്ളം ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ഗുണം മലബന്ധം കുറയ്ക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് മലബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നു. 3. ജീർണ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ഭക്ഷണം ശരിയായി ദഹിക്കാൻ വെള്ളം സഹായിക്കുന്നു. അതുകൊണ്ട് ധാരാളം വെള്ളം നമ്മൾ കുടിക്കണം. നമ്മളുണ്ടാവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ മടി. പക്ഷേ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ കഴിച്ച ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ ദഹിക്കുകയുള്ളൂ. 4. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്താക്കുന്നു. എങ്ങനെയെന്നല്ലേ, നമ്മൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ധാരാളം മൂത്രമൊഴിക്കും. അങ്ങനെ നമ്മുടെ വിഷാംശങ്ങൾ പുറത്താകും. പിന്നെ ശരീരം വിയർക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടുന്നു. 5. ഗുണം ശരീര താപനില നിയന്ത്രിക്കുന്നു. 6. ഗുണം ചർമ്മം ആരോഗ്യത്തോടെ നിലനിർത്തുന്നു. ധാരാളം വെള്ളം കുടിച്ചാൽ നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിക്കുന്നു. 8. ഗുണമാണ് മസ്തിഷ്ക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. നമുക്കറിയാലോ, നമ്മുടെ മസ്തിഷ്കം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ധാരാളം വെള്ളം കുടിക്കണം. 9. ഗുണം സന്ധികൾക്ക് നല്ല ബലം ലഭിക്കാൻ. 10. ഗുണം രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. 11. വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. 12. കിഡ്നി സ്റ്റോൺ സാധ്യത കുറയ്ക്കുന്നു. മൂത്രപ്പഴുപ്പ്, മൂത്രത്തിൽ കല്ലൊക്കെ അല്ലേ, അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കുന്നത് നമ്മുടെ ഈ വെള്ളം ധാരാളം കുടിക്കുന്നത് കൊണ്ടാണ്. പിന്നെ 13. ഗുണം എന്ന് പറയുന്നത് ശരീരത്തിൽ ഊർജം നൽകുന്നു. നല്ല ഊർജം ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു ഊർജം നമുക്ക് നൽകുന്നത് വെള്ളം ധാരാളം കുടിച്ചാൽ നമുക്ക് ലഭിക്കും കേട്ടോ. പിന്നെ 14. വായുനാറ്റം ഇല്ലാതാക്കുന്നു കേട്ടോ. ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായുനാറ്റം ഇല്ലാതാവുന്നുണ്ട്. കാരണം നമ്മൾ വെള്ളം കുടിക്കാതെ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വായ ഡ്രൈ ആവും. അതുമൂലം നമുക്ക് എന്ത് സംഭവിക്കും? വായുനാറ്റം ഉണ്ടാവും. പക്ഷെ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതാവും കേട്ടോ. 5. ഗുണം പോഷകങ്ങൾ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. 16. മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നു. 17. കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. 18. വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപൊക്കെ കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് കൂടുതൽ കഴിക്കാൻ കഴിയില്ല. അപ്പോൾ തടിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചെയ്താൽ തടി കുറയാൻ ഒരു കാരണമാവട്ടത്. 19. മൂത്രവ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. 20. ശരീരകോശങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നു. നമുക്ക് വെള്ളം എങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം എന്നൊക്കെ നോക്കിയാലോ. ഒരു ദിവസം സാധാരണയായി 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഒരുമിച്ച് കുടിക്കാതെ ദിവസം മുഴുവൻ കുറച്ചായി കുടിക്കുക. അപ്പോൾ നമ്മളുണ്ടാവും, നമുക്ക് വെള്ളം കുടിക്കാൻ ഒരു ടൈമിൽ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ വെള്ളം മുഴുവനും ഒരു ഇരിപ്പിനെ കുടിച്ച് തീർക്കുമല്ലോ. അതിന് പകരം നമ്മൾ അല്പമായിട്ട് എങ്ങനെ കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് സുഖകരമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ സ്ത്രീകളായ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കിച്ചണിലൊരു ബോട്ടിലിൽ വെള്ളമാക്കിയാണ്ട് അത് കൂടെ വയ്ക്കുക. അപ്പോൾ നമുക്ക് അത് കുടിക്കണം എന്നുള്ള ഒരു തോന്നൽ വരും. മക്കളുടെ കാര്യം, മക്കൾക്കും തന്നെ ഒരു പഠിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഒന്ന് പറയുക, ഓർമ്മിപ്പിക്കുക, വെള്ളം കുടിച്ചോട്ടോ എന്നുള്ളൊരു സന്ദേശം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരും തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പോകെ അത് പറയേണ്ടി വരില്ല. കാരണം അവരും ആ ഒരു വെള്ളം കുടിയോട് പോലും തന്നെ
എന്തായി നല്ല ബന്ധം പുലർത്തിയിട്ടുണ്ടാവും. പിന്നെ അവർക്ക് വെള്ളം കുടിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ വെറും വയറ്റിൽ ആദ്യം കുടിക്കേണ്ടത് എന്താണ്? ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ 2 ഗ്ലാസ്സോ പച്ചവെള്ളം കുടിക്കൽ നിർബന്ധമാണ്. അത് നമ്മുടെ ആരോഗ്യത്തിന് അത്രയ്ക്കും നല്ലൊരു കാര്യമാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ ടിപ്സുകൾ അറിയാനായിട്ട് എൻ്റെ ചാനലായ മൈ ലൈഫ് ടിപ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും